മണ്ടു നമുക്ക് പോവാന്നേ. ഇത് അമ്പലത്തിലേക്കൊന്നുമല്ലോ ഈ പോണത്, ഒരു മീറ്റിങ്ങിനല്ലേ. അതിനിപ്പോ ഈ രാഹുകാലം നോക്കേണ്ട കാര്യമുണ്ടോ? ആ എവിടെ പോണെങ്കിലും ഞാൻ അതൊക്കെ നോക്കിയിട്ടേ പോവുള്ളൂ. ഹലോ. ഇല്ലില്ല, ഇന്ന് വരാൻ പറ്റില്ലേ? ഇല്ല, ഞാൻ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. നാളെ നമ്മുടെ ഒരു പൊതുയോഗം ഉണ്ടേ. അന്ധവിശ്വാസം സത്യമോ മിഥ്യയോ? ഞാൻ പറഞ്ഞതാണല്ലോ അത്. ഇന്ന് നമ്മുടെ യുക്തിവാദി നേതാവ് ഉണ്ടല്ലോ, ശീതളൻ. മൂപ്പര് വരുന്നുണ്ടേ. നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ്. എന്നാലും അതെ, ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതായിരുന്നു. നീ എന്തായാലും ഇന്ന് മീറ്റിങ്ങിന് വാ, വൈഫിനും കൂട്ടിക്കോ. അവൾ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന പൈസ മുഴുവൻ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുന്ന പാർട്ടിയാണല്ലോ. വെറുതെ എല്ലാരും വഴുതിരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാം. ചിന്താ ക്ലബിൽ തന്നെ. ശരി ശരി. ഇത് സത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ്? എന്ത്? എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന മനസ്സിലാക്കാം. നിങ്ങളുടെ ഭാര്യ ആയിപ്പോയി. ഈ കണ്ണി കണ്ടവരെയൊക്കെ വിളിച്ചോണ്ട് പോകണം എന്തിനാ? അതെ, ഈ അന്ധവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ മുഴുവനും ഞങ്ങൾ അവിടെ എത്തിക്കും. എനിക്ക് വരാൻ ഒരു താല്പര്യമില്ല സത്യമായിട്ട്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ആ മീറ്റിങ്ങിന് പോകുമ്പോ ഈ രാഹുകാലം നോക്കിയിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? പോണ വഴിയല്ല അപകടം സംഭവിച്ചാൽ ആരോട് ചോദിക്കുന്നേ? എന്നാ പിന്നെ ലോകത്തുള്ള ആളുകൾ മുഴുവൻ ഈ രാഹുകാലം നോക്കി ഇറങ്ങിയാൽ മതിയല്ലോ. ഒരു അപകടം, ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കറക്റ്റ്. നോക്കാത്തതാണ് ഈ പ്രശ്നേ. ഒന്ന് വിഡ്ഢിത്തരം പറയാണ്ടിരിക്കണ്ട മണ്ടു. നമ്മൾ നോക്കാനുള്ളത് നമ്മൾ നോക്കണം. എന്തേ സമയായോ? എവിടെ? ഒരു മിനിറ്റും കൂടി ഉണ്ട്. ചിന്താ ക്ലബിൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ നാളെ നടത്തുന്ന പൊതുപരിപാടിയായ അന്ധവിശ്വാസം സത്യമോ മിഥ്യയോ അതിൻ്റെ അജണ്ട തയ്യാറാക്കാനാണ്. അതിനെക്കുറിച്ച് വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ചിന്താ ക്ലബിൻ്റെ പ്രസിഡന്റ് ശീതളൻ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാളത്തെ പൊതുയോഗത്തിൻ്റെ അനിവാര്യത എന്താണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, ഈ ആൾദൈവങ്ങളുടെ പുറകെ തന്നെ പോകുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും വിശ്വാസത്തിനെ കുറിച്ച് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രവൃത്തി തലങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളത് വിട്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം, ഞാനിപ്പോ ഇന്ന് കണ്ട ഒരു കാര്യം ഞാൻ പറയാണ്. ഇപ്പൊ നമ്മുടെ സത്യശീലൻ നമ്മുടെ അംഗം തന്നെയാണ്. ഈ ഒരു മീറ്റിങ്ങിന് വരാനായിട്ട് തയ്യാറെടുക്കുന്ന ഈ ഒരു സമയത്ത് സത്യശീലന് സത്യത്തില് രാഹുകാലം നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുള്ളതാണ് സത്യം. അപ്പോ ഈ രാഹുകാലം നോക്കുന്നതിലല്ല, അതിന്റെ പേരില് നമ്മളൊരു 10 മിനിറ്റ് നേരം അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവരുടെ ആ ഒരു വിശ്വാസത്തിന് ഭംഗം വരുത്തണ്ട, സത്യത്തിലായതിന്റെ സത്യാവസ്ഥ അവർ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു 10 മിനിറ്റ് അനാവശ്യമായ ഒരു കാര്യത്തിന് നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ. ഇതൊക്കെ വലിയൊരു വിഷയമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നാളെ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പൊതുയോഗമാണ്. അപ്പോൾ നാളത്തെ ഈ ഒരു ചടങ്ങ് അത് വളരെ മഹനീയമാക്കി തീർക്കുന്നതിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകവഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അതിനൊപ്പം ഉണ്ടാകണം. നാളത്തെ ഈ ഒരു ചടങ്ങിന് വലിയ ഒരു ജനക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആളുകൾ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 2 വ്യക്തികളെയാണെങ്കിൽ ആ 2 വ്യക്തികളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രവർത്തനത്തിന്റെ വലിയൊരു വിജയമാണ്. അപ്പോൾ ഇതിന്റെ അജണ്ട പ്രകാരം നമുക്ക് ബാക്കി കാര്യങ്ങൾ നീക്കാം. ஒரு பிரச்சனையும் இல்ல அம்மாவா, நல்ல ஆரோக்கியவானா இருக்கு, ஒரு குழப்பம் இல்ல. கைசாஸ்திரம் പറയുது അമ്മാവാ, உங்களுக்கு 85 വയസ്സ് വരെ ആയുസ് இருக்கு. ഇപ്പൊ 90 ആയി, 105 എങ്ങനെ പോകും? അമ്മാവന് ഇപ്പൊ എത്ര വയസ്സായി? 88 കഴിഞ്ഞു. നോക്കട്ടെ നോക്കട്ടെ.
ആ അമ്മാമ പറഞ്ഞത് ശരിയാണ്. ദാ ഇവിടെ ഒരു രേഖ ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ട്. 101 വയസ്സ് വരെ അമ്മാമന് ആയുസുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അതെന്നാ പ്രശ്നം? നിങ്ങളുടെ 2 മക്കള് ശണ്ട പോട്ട് വീട്ടിലേക്ക് വരുന്നില്ല അല്ലേ? ആ அதுக்கு ஏன் காரணம் தெரியுமா? പലരും പലതും പറയും. അതൊന്നും നമ്മൾ കേൾക്കാൻ പാടില്ല. നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ഐശ്വര്യമ്മ മനസ്സ് നിറഞ്ച് ഒരു 100 രൂപ ദക്ഷിണ കൊടുക്ക. கடவுளே இந்த அம்மாவனை நல்லது கொடுத்தனே, நல்லது வருத்தனே, ஆயுசு கொடுக்கனே, அவர் குடும்பம் ஐஸ்வர்யமா இருக்கனே. சரி போயிட்டு வாங்க. ஒரு பிரச்சனை வராது கேട്ടോ. போயிட்டு வாங்க, போயிட்டு வாங்க. நல்ல நல்ல மெதுவா எழுந்திருச்சு போங்க, ஓரமா போங்க. என்ன 90 വയസ്സായ ഇയാൾക്ക് ഇനി എന്ത് ഭാവിയാണ്? ഐശ്വര്യമുള്ള ആളുടെ അടുത്ത് ആൾക്കാർ വരും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്തെല്ലാണ് പറഞ്ഞത്? എടാ ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്തിട്ടിരിക്കുമ്പോ നീ എന്താണ് ഇവിടെ വന്നിട്ട് കിണ്ടൽ പண்ற? ഏയ്, നമ്മ ചെയ്യുന്ന തൊഴിലിനോടൊരു ഒരു കൂറ് വേണം. വേണ്ട വേണ്ടെന്ന് വെച്ചിട്ട് ഇരിക്കണാണ്. എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കാതെ നീ. അതെ, നായെ വാർക്കപ്പണി എടുക്കുന്നവനാണ്. 5 കൊല്ലം அந்த வேலைக்கு போடா. இந்த வேலை உனக்கு பத்தாது. இதுக்கு നാവ് വേണം, നാവ്. നിന്റെ ദൈവവിശ്വാസം പൂർണ്ണമായിട്ട് ശരിയില്ല എന്നുള്ളത് ഇപ്പൊ ശീതളം പറഞ്ഞപ്പോ നിനക്ക് മനസ്സിലായില്ലേ? എന്റെ വിശ്വാസം കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പൊ പിന്നെ അയാൾ പറഞ്ഞാൽ തെറ്റാണ്. അതെങ്ങനെ പറയാൻ പറ്റുമെന്ന്? തെറ്റാണ്. ഇല്ല, എന്റെ പൊന്നേട്ടായി, നമുക്ക് എന്തിനും ഒരു വിശ്വാസമുള്ളത് നല്ലതാണ്. അത് ചേച്ചി ചേട്ടാ കൈ നോക്കി ലക്ഷണം പറയാ ചേട്ടാ. ചേച്ചി സത്യം മാത്രമേ പറയൂ, കള്ളത്തരം പറയില്ല. ഒരു തട്ടിപ്പാണ്. എന്ത് വേണേ പറയും. എന്താണ് ഭാവി ഭൂതത്തിന് മാത്രം നിങ്ങൾ നിങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ നോക്കാം. ചേച്ചി ഇങ്ങോട്ട് നോക്കൂ. ചേച്ചി നിങ്ങളുടെ മുഖം ഐശ്വര്യമായിருக்கு. കടവുൾ കുടികൊണ്ട മുഖം. உங்களுக்கு பெரிய ഭാഗ്യം வரப்போகுது. സാർ കൈ നോക്കി ഞാൻ എല്ലാം പറയാം. അതെ, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളുടെ പൊക്കോട്ടെ. ചേച്ചി ഞാൻ എല്ലാം പറയാം. ഞാൻ കൈ നോക്കി എല്ലാം പറയാം. എന്താ കളിക്കുന്നത്? വേണ്ടടി, ഐശ്വര്യമുള്ള മുഖമാണ്. ഐശ്വര്യമുള്ള മുഖം തന്നെ. അത് പാട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകണം. சேட்டா நான் ஒரு ரகசியம் പറയട്ടെ. உங்களையே நினைச்சு ஒரு பொண்ணு வாழ்ந்துட்டு இருக்குது. பொண்ணா? ஆமா, ராத்திரியும் பகலும் உங்களையே நினைச்சு ஒரு பொண்ணு இருக்குது. அதுதான் ഈ பொண்ணு. என்ன சேட்டா, உங்க பொண்டாட்டி எல்லாம் வேற ஒரு பொண்ணு உங்களை நினைச்சிட்டு இருக்குது. എടാ, താനൊക്കെ ഈ നാട്ടുകാരെ കുടുംബങ്ങളൊക്കെ പണ്ടിരിക്കുകയാണോ ഈ മാതിരി വൃത്തിയോടും പറഞ്ഞിട്ട്? വല്ല തൊഴിലെടുത്ത് ജീവിക്കണോ? ശീതളം എത്ര നേരം അവിടുന്ന് വായിട്ട് അലച്ച പിന്നെ എന്തിനാണ്? அல்ல சேச்சி പറഞ്ഞാല് உங்க புருஷனை பார்த்து ஒரு பொண்ணு நினைச்சிட்டு இருக்குது. ஆனா தெரியுமா? இந்த பொண்ணு தனியா வந்திருந்தா காசு கிடைச்சிருக்கு. அந்த ஆள் ஒரு முரடை.